ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വിവരങ്ങളെന്ന് നമുക്ക് നോക്കാം. ആകെ വോട്ടർമാരെന്ന് പറയുന്നത് 2,78,10,942 വോട്ടർമാരാണ് പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായി സംസ്ഥാന അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇതിൽ ആകെ 1,43,69,092 പേര് സ്ത്രീകളാണ്. ആകെ പുരുഷ വോട്ടർമാരാണെങ്കിൽ 1,41,41,490 പേര് പുരുഷ വോട്ടർമാരാണ്. ആകെ ഭിന്നലിംഗ വോട്ടർമാർ 360 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. ഏകദേശം 34,1,577 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാടാണ്. 6,42,200 പേരാണുള്ളത്. കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ജില്ലയെന്ന് പറയുന്നത് മലപ്പുറമാണ്. 17,907 പേരാണ് ഉള്ളത്. കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല തിരുവനന്തപുരമാണ്. 93 പേരാണുള്ളത്. ആകെ പ്രവാസി വോട്ടർമാർ 90,124 പേരാണുള്ളത്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല കോഴിക്കോട് ജില്ലയാണ്. 35,876 പേരാണ് ഉള്ളത്. സംസ്ഥാനത്ത് 25,409 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ 2025 ഭാഗമായി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന 63,564 ആളുകളാണ് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. മരണപ്പെട്ടതും താമസം മാറിയതും ഉൾപ്പെടെ 89,907 വോട്ടർമാരാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒഴിവാക്കപ്പെട്ടത്. പുതുതായി 232 പോളിംഗ് സ്റ്റേഷനുകൾ കൂട്ടിച്ചേർത്തു. 2025 ജനുവരി 1 യോഗ്യതാ തീയതിയാക്കിയുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ www.ceo.kerala.government.in എന്ന വെബ്സൈറ്റിൽ അന്തിമ വോട്ടർ പട്ടിക വിശദാംശങ്ങൾ ലഭ്യമാണ്. കൂടാതെ സൂക്ഷ്മ പരിശോധനകൾക്കായി ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയത്തിലും വില്ലേജ് ഓഫീസിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും അന്തിമ വോട്ടർ പട്ടിക ലഭിക്കുന്നതാണ്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും വോട്ടർ പട്ടിക ലഭിക്കുന്നതാണ്. സ്കൂൾ കോളേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളുടെ ഫലപ്രദമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി വോട്ടർ പട്ടികയിൽ പേർ ചേർക്കുന്നതിന് മുൻകൂർ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. മുൻകൂറായി ലഭിച്ചിട്ടുള്ള 17 വയസ്സിന് മുകളിലുള്ളവരുടെ അപേക്ഷകൾ ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ യോഗ്യതാ തീയതികളിൽ 18 വയസ്സ് പൂർത്തിയാകുന്നതനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് നൽകുന്നതാണ്. അപ്പം പുതിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇത്രയും അനുബന്ധ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.